ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാകുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ആക്കട്ടെ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നിങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ എന്താണ് കമൻറ്റെല്ലാം ആക്കുന്നുണ്ടല്ലോ, എന്നെ ഓർമ്മയിലുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും നിങ്ങൾ എന്തായാലും എന്തെങ്കിലും സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യട്ടോ. ഇതാ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വ്ളോഗും രാവിലെ തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യൽ. കാരണം എനിക്ക് രാവിലത്തെ ടൈമെല്ലാം നമ്മളെ വ്ളോഗെല്ലാം എടുക്കാൻ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാ ഇന്ന് പിന്നെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ല, സ്കൂളല്ല മദ്രസ ഒന്നും ഇല്ല. അതായത് ഫ്രൈഡേ ആണ് ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ വേഗം എണീക്കണ്ട അങ്ങനെ. പിന്നെ ഇന്ന് കാര്യമായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചൊന്നും സ്കൂളിലേക്ക് കൊടുക്കുന്നില്ല കേട്ടോ മക്കൾക്ക്. അപ്പോൾ പിന്നെ നല്ല സമാധാനത്തോടെ ഇന്ന് എണീച്ചിട്ട് രാവിലെ കുറച്ച് സമാധാനപരമായിട്ടായിരുന്നു കേട്ടോ ഇതുവരെ നീങ്ങിക്കൊണ്ടുണ്ടായത്. കാരണം വേഗം എണീച്ചിട്ട് വേഗം ഒന്നും ആക്കണ്ടല്ലോ. പിന്നെ മെയിനായിട്ട് നമുക്ക് ലഞ്ച് ഉണ്ടാക്കണമെങ്കിലാണ് കുറച്ചും കൂടി ടൈമെല്ലാം വേണ്ടത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കെല്ലാം എന്തെല്ലോ ടെസ്റ്റ് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതാ നമ്മളെ മുറ്റത്തില്ല നല്ല ഒരു തണുപ്പും ഇതെല്ലാം ഇപ്പം നല്ലൊരു പാങ്ങല്ലേ മുറ്റത്തെല്ലാം. രാവിലത്തെ ടൈമിലെല്ലാം മുറ്റത്തെല്ലാം ഇറങ്ങാൻ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാവിലത്തെ ആ ഒരു തണുപ്പും മഴയും കാറ്റെല്ലാം വരുമ്പം നല്ലൊരു മനസ്സിൽ തന്നെ വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഇതാ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ദോശയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിയെല്ലാം ഒന്ന് കഴുകി ഒന്ന് അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുട്ടയിലൊന്ന് പുഴുങ്ങിയെടുക്കണം. കാരണം നമ്മളിവിടെ മെയിനായിട്ട് രാവിലത്തെ ചായേൻ്റെ കൂടെ മുട്ടയും കൂടി ഉണ്ടാവും കേട്ടോ. കാരണം ചില ടൈമിന് മക്കളൊന്നും അങ്ങനെ കഴിക്കൂല. അപ്പം മുട്ടയിലാകുമ്പോൾ പിന്നെയും കഴിക്കും. ചിലപ്പം നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദോശയോ പത്തിലോ ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കഴിച്ചെന്ന് വരില്ല. അപ്പോൾ പിന്നെ മുട്ടയാകുമ്പം അവർക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അത് ഡെയിലി നമ്മൾ മാക്സിമം ഉണ്ടാക്കലായിട്ട് നോക്കലുണ്ട്. കാരണം സ്കൂൾ പോകുന്ന ടൈമിൽ അതെങ്കിലും കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഞാൻ ദോശേൻ്റെ അരിയെല്ലാം ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പണികളെല്ലാം തീർത്തിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ദോശേൻ്റെ മാവെല്ലാം ഫുള്ളായിട്ട് പുറത്തേക്ക് വന്നിട്ട് നല്ലോണം നല്ല പുറത്തേക്ക് വന്നിട്ട് ആകെ രാവിലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് മുറ്റത്തെല്ലാം പോയി കുറച്ച് സമയം ഇങ്ങനെ അതിലേൽ നടക്കുമ്പം തന്നെ സമയം പെട്ടെന്നായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ഫാസ്റ്റിൽ വന്നിട്ട് വേഗം എല്ലാം ഉണ്ടാക്കാനായിട്ട് നോക്കലാണ്. കാരണം മക്കൾക്ക് സ്കൂൾ പോകുന്ന ടൈമിന് ആ ഒരു ബസ്സെല്ലാം വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മളെ എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയാണ്. പിന്നെ എനിക്ക് ഇവരെ കൊണ്ടാക്കലും ഭയങ്കര ഒരു മടിയാണ് കേട്ടോ. എനിക്ക് ആദ്യത്തിൽ നല്ല ഇഷ്ടമായിരുന്നു കൊണ്ടാക്കലെല്ലാം ആയിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് വണ്ടിയെല്ലാം എടുക്കാനും ആ ഒരു രാവിലെ എനിക്ക് ഭയങ്കര ഒരു മടി പിടിക്കലാണ്. അപ്പോൾ ഞാൻ പിന്നെ മാക്സിമം ഇവരെ ബസ്സിൽ തന്നെ അയക്കും. പിന്നെ ഏതായാലും ബസ്സിന് ഫീസെല്ലാം കൊടുത്തിട്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ മാക്സിമം ബസ്സിൽ തന്നെ എങ്ങനെയെങ്കിലും അയക്കാൻ നോക്കും. പിന്നെ കുറേ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കെല്ലാം കൊണ്ടാക്കലുണ്ട്. ഇനിയിപ്പോൾ ഇത് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വേഗം തന്നെ അത് ക്ലീനാക്കി എടുക്കലാണ് കേട്ടോ. കാരണം ഇപ്പം തന്നെ ഇത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിലുണ്ടല്ലോ അതിങ്ങനെ അവിടെ ഉണങ്ങിയിട്ട് കുറേ ടൈം എടുത്താൽ പിന്നെ ഡബിൾ പണിയാവും. നല്ലോണം ഒരച്ചൊരച്ച് ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അതും അങ്ങ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചായേൻ്റെ വെള്ളമെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടിയെല്ലാം ഇട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ മുട്ടയും മുട്ടയിലിട ഒന്ന് പൊട്ടിയും തോന്നിട്ട് അപ്പോൾ അതും ഒന്ന് ഫ്ലോപ്പായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാവിലത്തെ കുറച്ച് ടൈമെല്ലാം ഒരു ഹറി ബറി ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരു ബിസി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു കേട്ടോ ആ ഒരു ദിവസം. അപ്പോൾ ഇതാ ഉമ്മ അതിൻ്റെ ഇടയിൽ ദോശയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് അരിയെല്ലാം അരച്ചൊന്ന് സെറ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ദോശയെല്ലാം ദോശ ആയതുകൊണ്ട് തന്നെ പിന്നെ വേഗത്തിൽ അങ്ങനെ ചുട്ടെടുക്കലാണ്. പിന്നെ കറിയും ഇന്നലത്തേതുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വേഗം തന്നെ അങ്ങ് കിച്ചണിലേക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഇനി മക്കളെല്ലാം ഒന്ന് വിളിച്ച് റെഡിയാക്കി എടുക്കാനുണ്ട്. കാരണം ഇവർ 7:30 ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം. അപ്പോൾ 7:30 ഇവരെ എഴുന്നേൽക്കുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ അവരെ നോക്കിയിട്ട് റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ രണ്ടാളും രാവിലെ എഴുന്നേറ്റിട്ട് കളിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ അവരെ ഭാഗത്തേക്കേ പോയിട്ടുണ്ടായിട്ട് കേട്ടോ.
അപ്പോൾ അവരിന്ന് എണീച്ചിട്ട് നേരെ ഇറയത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് എന്താണ് പുതിയ എന്തെല്ലോ പെൻസിലെല്ലാം രണ്ടാൾ രണ്ട് സ്കൂളായതുകൊണ്ട് തന്നെ പെൻസിലും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇതെനിക്ക് അത് നിനക്ക് എന്നെല്ലാം ആക്കുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞാൻ വേഗം ഇവരെങ്ങനെയെങ്കിലും സോപ്പിംഗ് ആക്കലാണ് കേട്ടോ മെയിനായിട്ട്. കാരണം ഇവർ ഫ്രഷ് ആവാനൊന്നും വേഗമൊന്നും വരില്ല. പിന്നെ ആയിഷുവിന് കുഴപ്പമില്ല, ഹംദാനാണ് വേഗം ആ ഒരു ടൈമെല്ലാം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവരെ റെഡിയാക്കണമല്ലോ. അപ്പോൾ ഇവനെ ഫസ്റ്റ് തന്നെ ഒന്ന് സോപ്പിംഗ് ആക്കി നല്ലൊന്ന് പാങ്ങിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏത് മക്കളായാലും അങ്ങനെയാണ്. നമ്മൾ അവരെ ഒന്ന് പാങ്ങിൽ നമ്മൾ നല്ലോണം ഒന്ന് പുകഴ്ത്തി പറഞ്ഞു കൊടുത്താൽ അവർ വേഗം വരും കേട്ടോ. പിന്നെ മക്കളെ നമ്മളിങ്ങനെ വേഗം ഇങ്ങനെ അടിച്ചിട്ടെല്ലാം ഇങ്ങനെയൊന്നും ആക്കാനൊന്നും പാടില്ല. നമ്മൾ മാക്സിമം അവരെ നല്ല സോപ്പിട്ട് പാട്ടിലാക്കിയിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട്. അപ്പോൾ ഓനെ ഫ്രഷ് ആക്കാനെല്ലാം ബാത്റൂമിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഓനൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടൈമിന് വേഗം അയൺ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ദോശയും മീൻകറിയും അതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും എല്ലാം അതിൻ്റെ ഇടയിലായിട്ട് അങ്ങനെ കഴിയുന്നുണ്ട് കേട്ടോ. എനിക്കിനി എത്ര ടൈമില്ലെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ആ ഒരു ഏകദേശം നമ്മളിപ്പോൾ കുറേ ടൈമെല്ലാം അങ്ങ് വേസ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ഞാനിങ്ങനെ നോക്കിയിട്ട് ഓക്കെ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എനിക്കെല്ലാം റെഡിയാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ മാക്സിമം അങ്ങനെ വേഗം അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അങ്ങനെ പെട്ടെന്നെല്ലാം ആവും കേട്ടോ. നമ്മൾ എത്ര ടൈം ഇല്ലെങ്കിലും ഇനി ഒരു 5-10 മിനിറ്റോ മാക്സിമം ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ഞാൻ ഫാസ്റ്റിൽ അങ്ങനെ ചെയ്യലാണ് കേട്ടോ എല്ലാം. ഇപ്പോൾ നേരത്തെ അങ്ങനെ ആക്കി വെക്കാൻ എനിക്ക് വലിയൊരു ഇതല്ല. അപ്പോൾ ഇതാ അങ്ങനെ മക്കളെല്ലാം സ്കൂളിൽ പോയി അങ്ങനെ അവർക്ക് ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവരെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അവരെല്ലാം പോയതിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് ഇറച്ചി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് പുറത്തെടുത്ത് വെക്കലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവരെല്ലാം പോയി കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയ ടൈമാണ് കേട്ടോ പിന്നെ ഉള്ളത്. അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇന്ന് ഉമ്മാക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിന്. അപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാനും കൂടി പോകാനുണ്ട്. അപ്പോൾ പിന്നെ ഉമ്മാവും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബീഫ് ബിരിയാണി എല്ലാം ആക്കണം എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ പുറത്തോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ഉമ്മാനോട് ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ ഇന്നലെ ഞാൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാണാത്തവരെന്തായാലും കണ്ടോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചിട്ടെല്ലാം ഒന്ന് എടുത്ത് വെക്കലാണ്. പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ എല്ലാം കഴുകി ഞാനിങ്ങനെ ഈ ഒരു ബർത്തിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ കമിഴ്ത്തി വെക്കലാണ് കേട്ടോ വെള്ളമെല്ലാം ഒന്ന് ആറിക്കിട്ടാൻ. അതിനുശേഷം പിന്നെ ഫ്രീ ആകുമ്പം എല്ലാം ഒന്ന് എടുത്ത് വെച്ചാൽ മതിയല്ല. ഇപ്പോൾ കിച്ചണിലെ മൊത്തത്തിൽ ഇങ്ങനെ അലങ്കോലമായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫുഡെല്ലാം കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ ഇടുന്ന് ചിക്കൻ കറിയും അത് ഹോസ്പിറ്റലിലേക്കുള്ള ഫുഡെല്ലാം ഇടുന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബിരിയാണി ആക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇതാ ഞാൻ ഉമ്മാക്ക് കുറച്ച് ഹെൽപ്പിംഗ് എല്ലാം കട്ടിങ് എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ക്യാബേജ് എല്ലാം ഒന്ന് വറുക്കാനായിട്ട് എല്ലാം ഒന്ന് മുറിച്ചൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പാക്കിങ് കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും മെയിനായിട്ട്. കാരണം അത്യാവശ്യം നല്ല പോലെ എല്ലാം ഒന്ന് നിരത്തി വലിച്ച് വാരിയിട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലെല്ലാം അതിൻ്റെ ഇടയിലായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞ് പിന്നെ കേട്ടോ ഞാൻ ഫുഡ് കഴിക്കൽ. ഫുഡെല്ലാം നമ്മളെ കത്തൽ മീൻസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. അപ്പോൾ നല്ല ദോശയും നല്ല മുളകിട്ട് മീൻകറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ദോശക്ക് മെയിൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് മീൻകറി ഇല്ലോണ്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായത്. കാരണം ദോശക്ക് നല്ലൊരു കോമ്പിനേഷൻ നമ്മൾ ഈ ഒരു മുളകിട്ട് മീൻകറി തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പണിയെന്ന് പറഞ്ഞാൽ മക്കളെ റൂമെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. സെറ്റാക്കിയാലല്ല ഫുള്ള് ഇങ്ങനെ കുറച്ചെല്ലാം നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോരോ ഭാഗത്തു നിന്നേ റെഡിയാക്കി വരുത്താണ് കേട്ടോ. ഇവിടെ ഇല്ല എല്ലാ സ്ഥലങ്ങളും ഇവർ കൈയടക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മാക്സിമം എല്ലായിടത്തും നിരത്തിയിട്ടിട്ട് മൊത്തത്തിൽ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു റൂമും കൂടി ഒന്ന് ഒരുക്കാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഉമ്മ അപ്പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഇത് അടിച്ചു വാരലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ ഈ ഒരു അടിച്ചു വാരുന്ന പണി എന്ന് പറഞ്ഞാൽ. കാരണം
ബാക്കി എല്ലാ പണിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുക്കിംഗ് ആണ് കേട്ടോ മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകാനും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്താ പറയുക, ഒരു കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ആ ഒരു ക്ലീനിങ്ങിൻ്റെ ഇതുണ്ടാവില്ല കിച്ചണിൽ മാത്രം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ബാക്കിയില്ല ഇങ്ങനത്തെ അടിച്ചു വാരൽ അങ്ങനത്തെ ഒരുക്കാക്കൽ അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കാട്ടാണ് കേട്ടോ. നമുക്ക് ഡെയിലി ഈ ഒരു ടൈപ്പ് എന്താ പറയുക, ഡെയിലി ഒരുപാട് കാട്ടം ഉണ്ടാവും കേട്ടോ നമ്മൾ അടിച്ചു വരുന്ന ടൈമിൽ. കാരണം മക്കളിങ്ങനെ കടലാസും മുട്ടായിൻ്റെ ഇതും ഇതും എല്ലാം ആയിട്ട് മാക്സിമം ഇവരോട് നമ്മൾ വേസ്റ്റ് ഡബ്ബയിൽ കൊണ്ടിടാനെല്ലാം പറയും. പക്ഷേ ചില ടൈമിൽ കേൾക്കും, ചില ടൈമിൽ കേൾക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ എൻ്റെ പണികളെല്ലാം തീർത്ത് വരുമ്പോഴത്തേക്കും ഫാത്തിമാനെ ഉമ്മ ഫ്രഷാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവൾക്ക് ഡ്രസ്സെല്ലാം ആക്കി ഇവളൊന്ന് റെഡിയാക്കിയിട്ട് ഇവളൊന്ന് ഉറക്കണം കേട്ടോ. അതാണ് മെയിനായിട്ടുള്ളൊരു ടാസ്ക്. പിന്നെ എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കമൻറ്റിലൂടെയും മെസ്സേജെല്ലാം ആക്കിയിട്ട് ചോദിക്കലുണ്ട്. എപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ നാളായില്ലേ, മുമ്പേ കുറേ നാൾ വീഡിയോസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പോൾ കുറേ മുമ്പത്തെ സബ്സ്ക്രൈബേഴ്സെല്ലാം ഇപ്പം മെസ്സേജെല്ലാം ആക്കലുണ്ടായിന്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബിക്ക് ഇപ്പോൾ എത്രയായിന്ന്. അപ്പം ഇപ്പോൾ അവൾക്ക് 5 month എല്ലാം ആയിട്ടുണ്ട് കേട്ടോ, 5 month സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഫാത്തിമ ബേബീൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മാഷാ അല്ലാ അങ്ങനെ ഇപ്പോൾ 5 month സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓളൊന്ന് ഉറക്കി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ബേബിയെല്ലാം കുളിച്ച് കഴിഞ്ഞാൽ അവർ നല്ലോണം ഉറങ്ങുമല്ല. അപ്പോൾ ഇതാ ഉമ്മയുടെ ഫുഡും കാര്യങ്ങളെല്ലാം പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യലാണ്. അപ്പോൾ ഉമ്മാൻ്റെ കൂടെ അതിനും കൂടി ഒന്ന് ഹെൽപ്പാക്കലാണ്. കാരണം ഉമ്മ എല്ലാം ബോക്സിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഒരു കവറിലിട്ട് എല്ലാം ഒന്ന് സെറ്റായി കൊടുത്തിട്ട് ഉമ്മാനെ ഒന്ന് പറഞ്ഞേക്കാനുണ്ട്. എന്നിട്ട് വേണം എൻ്റെ മെയിൻ പണികളെല്ലാം തുടങ്ങാനായിട്ട്. കാരണം ഞാൻ ഇന്ന് വിചാരിച്ചത് എന്തായാലും ബിരിയാണി ഉണ്ടാക്കുക. കാരണം ഞാൻ നേരത്തെ ബീഫെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ എന്തെങ്കിലും കറിയും ഗീ റൈസ് അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാൻ വിചാരിച്ച് വേഗം ബിരിയാണി ഉണ്ടാക്കുക. ബിരിയാണി ഉണ്ടാക്കിയാൽ നമുക്ക് നൈറ്റ് അവർ ഹോസ്പിറ്റലിലേക്ക് നമ്മൾക്ക് കൊടുത്തു വിടുകയും ചെയ്യാമല്ലോ. കാരണം രാത്രിക്ക് ഫുഡും ആവുകയും ചെയ്യും, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ഫുഡ് കൊണ്ടുപോകാമല്ലോ. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റൽ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഉമ്മ പോകാമെന്നുള്ളത്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉമ്മ റെഡിയായി വന്ന് അങ്ങനെ ഉമ്മ പോക്കാന്ന്. ഇതാ അവരെല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഫാത്തിമാവും മാത്രമാണ് ടൈപ്പില്ലത്. അപ്പോൾ ഫാത്തിമ നല്ല ഉറക്കാണ്. അപ്പോൾ ആ ഒരു ടൈമിന് തന്നെ ഞാൻ ബിരിയാണീൻ്റെ പണികളെല്ലാം നോക്കലാണ്. അപ്പോൾ ഇവിടെ ബീഫ് ഞാൻ നേരത്തെ പുറത്തെടുത്ത് വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ഐസെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെറിയ രീതിയിൽ ഐസെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കട്ട് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. കുറച്ച് ഇങ്ങനെ ഐസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫെല്ലാം ഇങ്ങനെ വാങ്ങിച്ചാലുണ്ടല്ലോ, അപ്പം തന്നെ കട്ടാക്കാണ്ട് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേഗം കട്ടായി കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈമെന്ന് ഇങ്ങനെ വേതി പോവില്ലേ, വേതൽ മീൻസ് നമ്മൾ സ്ലിപ്പായി പോവില്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്താൽ. അപ്പോൾ ഇതാ ഞാൻ ബീഫെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതിയല്ല. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബിരിയാണിയിലേക്കുള്ള വെജീസ് എല്ലാം ഒന്ന് കട്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1 kg ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വലിയ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നല്ല പഴുത്ത് വലിയ 3 എണ്ണം മതി കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചില ടൈമിൽ ഇങ്ങനെ ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന ആൾ ഒരുപാട് മസാലയെല്ലാം ആക്കലുണ്ട്. പക്ഷേ ഒരുപാട് മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ റൈസും അതുപോലെ തന്നെ നമ്മളെ ആ ഒരു ബീഫും എത്രത്തോളം എടുക്കുന്നതെന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ മസാലയെല്ലാം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം ഒന്ന് കട്ടാക്കി മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഉള്ളി, വെളുത്തുള്ളി അതെല്ലാം ഇങ്ങനെ ക്ലീനാക്കി എടുക്കാൻ ഭയങ്കര ഒരു പണിയാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയെല്ലാം എടുത്ത് ഞാനിങ്ങനെ കസേരം ഇരുന്ന് വിശാലമായിട്ടാണ് കേട്ടോ ഞാൻ ക്ലീനാക്കി എടുത്തത്. കാരണം എനിക്ക് ഇതെല്ലാം തൊലിയാൻ ഭയങ്കര ഒരു മടിയുള്ളൊരു കാര്യമാണ്. ഞാൻ എന്തുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഉമ്മാനോടാണ് വെളുത്തുള്ളിയെല്ലാം തൊലിഞ്ഞു തരാനായിട്ട് പറയില്ല. പിന്നെ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉമ്മ അങ്ങനെ തന്നെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ വെന്ത് കട്ടാക്കി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലേറ്റെല്ലാം വെച്ച് കട്ട് ചെയ്ത് കൊടുത്താലുണ്ടല്ലോ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം പ്ലേറ്റിലേക്ക് തന്നെ പോകും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ ആ ഒരു തട്ടിൽ ഇങ്ങനെ ആയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലീനാക്കി എടുക്കേണ്ടി വരും. അപ്പം നല്ല സുഖമാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അപ്പം തന്നെ എല്ലാം ക്ലീനാക്കിയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുമ്പം
നമുക്കതെല്ലാം ഒരു എളുപ്പത്തിലാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഇങ്ങനെ നേരിയ ടൈപ്പിൽ വേണം കേട്ടോ കട്ടാക്കി എടുക്കാനായിട്ട്. മാക്സിമം നല്ല നേർങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അപ്പോൾ ഇതെല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഓവർ പേസ്റ്റാക്കി എടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. പിന്നെ പച്ചമുളകിൻ്റെ അളവ് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഗസ്റ്റ് എല്ലാം വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കൂടുതൽ അങ്ങനെ എരിവൊന്നും ആക്കലില്ല കേട്ടോ. കാരണം നമ്മൾ മെയിനായിട്ട് നമ്മളെ മക്കൾസിനെല്ലാം കൊടുക്കുന്ന ആ ഒരു രീതിയിലല്ലേ ഫുഡ്. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ എരിവേ ഇഷ്ടമല്ല കേട്ടോ. എനിക്കും തീരെ എരിവ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളകെല്ലാം അത്യാവശ്യം എരിവില്ലാത്ത ടൈപ്പ് പച്ചമുളകാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീനറി കളറല്ലേ അതിന്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബീഫെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി നേരത്തെ വെച്ചതാണല്ലോ. അപ്പോൾ ഇതാ നേരെ കുക്കറിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു പേസ്റ്റിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതാ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മാക്സിമം കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പം ബേബീനെ എടുക്കുന്നതുകൊണ്ട് തന്നെ, കാരണം ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇത് മിക്സ് ആക്കിയിട്ടുള്ളത്. അപ്പം സ്പൂൺ വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. കാരണം ചില കുക്കറിൽ വെള്ളമൊന്നും വേണ്ടി വരില്ല, പക്ഷേ ചില കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക തന്നെ വേണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിച്ച് പോകും. കാര്യം ചില കുക്കറിൽ പെട്ടെന്ന് ഇങ്ങനെ വിസിലെല്ലാം വന്ന് പോകുന്ന ടൈപ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ കുക്കർ അടൊന്ന് സെറ്റാക്കി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള വെജീസ് എല്ലാം ഒന്ന് കട്ടാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ കഴുകി ക്ലീനാക്കി എടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി. അപ്പോൾ ഇതും മെയിനായിട്ട് വേണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, എന്ത് ഫുഡ് ആക്കുന്നുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പണ്ടേ ഫുഡെല്ലാം ഉണ്ടാക്കൽ. എനിക്ക് ഈ എന്തെങ്കിലും ആക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതാക്കലൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത, ഈ കട്ടിങ് മെയിൻ ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കൽ. ഇനിയിപ്പോൾ ഇതാ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഗീയും കൂടി ചേർത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 1/4 ഭാഗത്തോളം മാറ്റി വെക്കുക. ബാക്കി കംപ്ലീറ്റ് ഉള്ളി അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണിയുടെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രൈ ചെയ്ത ഉള്ളിയാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പാനിലിട്ടിട്ട് ഇതുപോലെ പരന്ന പാനിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും, അത്യാവശ്യം ഒരുപാട് ഉള്ളിയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ ഇത് ഇളക്കി വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കയ്യിൽ ശരിയാവില്ല, കാരണം നമുക്ക് ആ ഒരു സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാനിൽ നല്ല സ്ക്രാച്ച് വരും. അപ്പോൾ ഇതുപോലെ വുഡിൻ്റെ ടൈപ്പ് കയ്യിൽ തന്നെ എടുത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിങ്ങനെ കുറേ ടൈം ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു ഉള്ളിയെല്ലാം. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വേണ്ടും, ആ ഒരു കുറച്ച് ടൈമേ വേണ്ടു കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഫാസ്റ്റിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓവറായിട്ട് ഫ്രൈ ആവണ്ട കേട്ടോ, ജസ്റ്റ് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊന്ന് നിരത്തിയിട്ട് ഇട്ട് കൊടുക്കട്ടെ, എന്നാൽ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വരും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട കെട്ടിയ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല പൊരിഞ്ഞ ടൈപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു ഫ്രൈഡ് ഉള്ളി കിട്ടും. പിന്നെ
അങ്ങോട്ടെല്ലാം ചില സ്ഥലത്തെല്ലാം ഈ ഒരു ഉള്ളിയെല്ലാം ഇങ്ങനെ പൊരിച്ചിട്ട് എടുത്ത് വെക്കും കേട്ടോ, ബിരിയാണിയെല്ലാം എപ്പെങ്കിലും ആക്കുമ്പം ചേർത്ത് കൊടുക്കാനായിട്ട്. ശരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാം എപ്പോഴും ഈ ഒരു ഫ്രൈ ചെയ്ത ഉള്ളി എപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കലുണ്ട് ഇതെന്തിനാണ് ഒളിയാക്കുന്നത്. അപ്പം അധികവും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ എടുത്തിടുന്നത് കാണാം. അപ്പോൾ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ഒന്ന് കട്ടാക്കിയിട്ടില്ല, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഓവറായിട്ടൊന്നും ഫ്രൈ ആകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ തന്നെ അതും കൂടി റെഡിയാക്കി എടുത്താൽ നമ്മളെ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഫസ്റ്റ് തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ ബിരിയാണി ബാക്കി റെഡിയാക്കി എടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ആ ഒരു പാനിന് വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു പാനിലാണ് കേട്ടോ മസാലയാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. കാരണം മറ്റേതിൽ എനിക്ക് ദം ചെയ്യാനും എല്ലാം കുറച്ച് പാടാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ബാക്കിയിലെ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കി എടുക്കലാണ് കേട്ടോ ബിരിയാണീൻ്റെ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡ് കുക്കറിൽ നമ്മളെ ബീഫും ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ബാക്കിയിലെ ഉള്ളിയെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മളെ ബീഫിൻ്റെ വിസിലെല്ലാം പോയി, ബീഫ് നല്ല പോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ല, ഞാൻ ഈ ഒരു ബീഫ് വെക്കുന്ന ടൈമിൽ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളമെല്ലാം ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ബീഫും അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി മസാലേൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഉള്ളി നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി നമ്മൾ മസാല റെഡിയാക്കുന്ന ടൈമിൽ നല്ല ഇങ്ങനെ ഫ്രൈ ആയി വരുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഉള്ളി ഒന്ന് വാടി വരുമ്പം തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് ആ ഒരു ബാക്കിയിലെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ചമണലോ ഒന്ന് മാറി കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ടാക്കി എടുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ തക്കാളി ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടി നമുക്ക് മസാല പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡിയായി എടുക്കാനായിട്ട് പറ്റൽ. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ മാക്സിമം. അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയും നല്ല പോലെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചോറെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പെല്ലാം മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ ബീഫിൽ അതുപോലെ തന്നെ മസാലയിലും എല്ലാം ഇങ്ങനെ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ ഫസ്റ്റെല്ലാം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ തക്കാളി ഇട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മൾ തക്കാളിയെല്ലാം നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് സെറ്റായി വരട്ടെ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നേരെ റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം നമ്മൾ മസാല അപ്പുറത്തു നിന്നാകുമ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് റൈസും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ നമ്മളെ ബിരിയാണി ആവുകയും ചെയ്ത് നമ്മളെ പണി വേഗത്തിൽ അങ്ങ് തീരുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മളെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മളെ ഗീ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 3 ഏലക്കായി 3 ഗ്രാമ്പു പിന്നെ ഒരു ബേ ലീവ്സ്, അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കായി ഗ്രാമ്പു ഇതൊന്നും കൂടാനായിട്ട് പാടില്ല കേട്ടോ. മാക്സിമം 2 or 3 മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഇങ്ങനെ തിള വരാനാകുന്ന ആ ഒരു ടൈമിലില്ല ആ ഒരു ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. നമ്മൾ നെയ്ച്ചോറിൻ്റെ വെള്ളം ഏകദേശം ഒന്ന് തിള വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് തിളക്കുമ്പോൾ തന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കഴുകി റെഡിയാക്കി എടുത്ത ആ ഒരു റൈസ് ഇട്ട് കൊടുക്കലാണ്. പിന്നെ നമ്മൾ ഈ റൈസ് കഴുകുന്ന ടൈമിലുണ്ടല്ലോ, ഇത് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നല്ല പോലെ ഇങ്ങനെ നല്ല ഊറ്റിക്കളയണം കേട്ടോ. അതായത് ഫുള്ള് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. കൂടുതലായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തത്തിൽ
മസാലയിലൊന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് അടുന്ന് അങ്ങനെ റെഡിയായി വരട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾക്ക് മസാലേൻ്റെ ബാക്കി പണികളെല്ലാം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി നല്ല പോലെ നല്ല ഉടഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിത് എന്താ പറയുക, നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നെയ്ച്ചോറ് ഒരു ഭാഗത്ത് അതുപോലെ തന്നെ മസാല ഒരു ഭാഗത്ത് ആക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ മസാലേൻ്റെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അപ്പുറത്തുനിന്ന് ഇതെല്ലാം ആക്കുമ്പോഴത്തേക്ക് ഇപ്പുറം കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മൾ മസാലയിൽ തക്കാളിയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഉള്ളിയും ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. ഫുള്ളായിട്ട് ചേർക്കേണ്ട, കാരണം നമ്മൾ ദം ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മൾ ആ ഒരു കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയെല്ലാം ദം ചെയ്യുമ്പം ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാൽഭാഗം അവിടെ മാറ്റി വെക്കുക. ബാക്കി കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ബീഫിൽ ആ ഒരു എക്സ്ട്രാ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം നമ്മളെ പുതിനയില അതുപോലെ തന്നെ മല്ലിച്ചപ്പ് അതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ പുതിനയില കൂടാനൊന്നും പാടില്ല കേട്ടോ. പുതിനയില കുറച്ചേ എടുക്കേണ്ടു, മല്ലിയിലയാണ് കൂടുതൽ എടുക്കേണ്ടത്. അപ്പോൾ പുതിനയില ഒരു 1/4 കപ്പ് എടുക്കുക, അതുപോലെ തന്നെ മല്ലിയില ഒരു 1/2 കപ്പ് എടുക്കുക. ആ ഒരു രീതിയിൽ വേണം കേട്ടോ എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ പുതിനയില മല്ലിയില അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുവെല്ലാം കളഞ്ഞ് ആ ഒരു ജ്യൂസ് മാത്രം എടുത്തിട്ട് അങ്ങനെ അതും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ബീഫും ആ ഒരു മസാലയിൽ നല്ല പോലെ പിടിച്ച് നല്ല സെറ്റായി കിട്ടാനുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചെടുക്കുക. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ നെയ്ച്ചോറ് നല്ല അതിൽ വെള്ളമൊന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ നെയ്ച്ചോറ് തൊട്ടിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗീ റൈസാണ് കേട്ടോ ഇത്. കാരണം നമ്മളിങ്ങനെ ഓവറായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു വെള്ളം വറ്റുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ക്യാരറ്റെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു 1-2 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഒന്നിങ്ങനെ സൈഡെല്ലാം ഒന്ന് ഒപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അവിടെ വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്, ഒരു മാക്സിമം ഒരു 5-10 മിനിറ്റ് അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ റൈസെല്ലാം നല്ല റെഡിയായി കിട്ടും. നമ്മളെ ബിരിയാണീൻ്റെ റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ ആ ഒരു 1.5 കപ്പ് വെള്ളം കറക്റ്റ് എടുക്കുക കേട്ടോ. കാരണം ഒരു കപ്പിന് 1.5 കപ്പ് എന്നില്ല വെള്ളം എടുക്കുക. അതുപോലെ തന്നെ വെള്ളം ജസ്റ്റ് ഒന്നിങ്ങനെ തിള വരുന്ന ആ ഒരു ടൈമിന് തന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. വെള്ളം ഇങ്ങനെ ഓവറായിട്ട് തിളച്ച് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പം തന്നെ അരി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നല്ല സിമ്പിളാണ് കേട്ടോ നമ്മളെ ഗീ റൈസെല്ലാം ഉണ്ടാക്കാനായിട്ട്. ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബീഫിലെല്ലാം ഒന്ന് പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പുറത്ത് കറിവേപ്പില പറിക്കാൻ പോകാൻ ഇങ്ങനെ മടി പിടിച്ചിട്ട് മറന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മസാല അങ്ങനെ റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചൂടോടെ തന്നെ പെട്ടെന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ദം ചെയ്യാനാണ് കേട്ടോ ഞാൻ ഒരുമിച്ച് തന്നെ വേഗത്തിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ മസാലയും ചോറും ഒരുമിച്ച് തന്നെ റെഡിയായി കഴിഞ്ഞാലാണ് നമുക്ക് ദം ചെയ്തെടുത്താൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി നമുക്ക് കിട്ടൽ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് അടിയിൽ ആ ഒരു ഫസ്റ്റ് ലെയർ മസാല തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ലെയറായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുകളിൽ കുറച്ച് നമ്മളെ ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ മല്ലിയില, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മളെ അതെല്ലാം ഇട്ട് ആ ഒരു പൊരിച്ച ഉള്ളിയെല്ലാം ഉണ്ടല്ലോ, ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഫ്രൈഡ് ഉള്ളിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദം ബിരിയാണി ഇല്ലേ, നമ്മളെ കോഴിക്കോടൻ ബിരിയാണി എന്നെല്ലാം കേൾക്കുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ ദുബൈയിൽ നിന്നെല്ലാം നമ്മളെ കോഴിക്കോട് റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിലൊരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഉള്ളിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ആ ഒരു സ്മെല്ല് തന്നെ അത് തന്നെയാണ് കേട്ടോ വരുന്നത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള
ആയിട്ടുള്ളൊരു ബിരിയാണി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം പറയുന്നതല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണി കഴിക്കാനായിട്ട്. പിന്നെ മക്കളും ഉമ്മാലെല്ലാം വന്നിട്ട് കഴിച്ച് നോക്കിയാൽ നല്ല റിവ്യൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം നിങ്ങളെന്തായാലും ഇത് ട്രൈ ആക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഭയങ്കര പണിയൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാട്ടോ, കാരണം നല്ല ആ ഒരു എയറൊന്നും പോകാത്ത രീതിയിൽ തന്നെ നല്ല പോലെ ഒന്ന് കവറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫോയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോയിലൊന്നും ഇല്ലെങ്കിൽ നമ്മളെ വാഴേൻ്റെ ഇലയുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വാഴേൻ്റെ ഇല വെച്ചിട്ട് വാഴേൻ്റെ ഇല വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു വാഴേൻ്റെ ഇലയുടെ ആ ഒരു വാടിയ ആ ഒരു സ്മെല്ലും എല്ലാം വന്നിട്ട് നല്ലൊരു പാങ്ങുണ്ടാവും കേട്ടോ നമ്മളെ ബിരിയാണി. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കി നമ്മളെ ബിരിയാണിയെല്ലാം ഒന്ന് ദം ചെയ്തെടുക്കാനായിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇടാം കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാനിവിടെ കച്ചമ്പറെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും ഇതെല്ലാം ഒന്ന് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇടയ്ക്ക് വന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഫാത്തിമ ബേബിയുടെ നല്ല എഴുന്നേറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അങ്ങനെ കൊണ്ട് കടത്തിയതാണ് കേട്ടോ. അപ്പം എൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ, എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ ഓളാടെ കടന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു, അങ്ങനെ ഫുള്ളിങ്ങനെ ഓളെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എൻ്റെ ബിരിയാണിയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾ എണീക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിന്. കാരണം ഞാൻ പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് സാധാരണ ഞാൻ എന്തെങ്കിലും ആക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെക്കലുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു ടൈമിൽ തന്നെ അവിടെ തന്നെ നിന്ന് വേഗം എല്ലാം ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. കുറച്ചേ ഇല്ല നമ്മളെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കിയ ആ ഒരു കുറച്ച് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പണികൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പാത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഇല്ല പാത്രങ്ങളും എല്ലാം ക്ലീനാക്കി നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു സുഖമാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച ആ ഒരു പാത്രം മാത്രം കഴുകി നമ്മൾ ഫ്രീ ആയല്ല, അല്ലെങ്കിൽ വീണ്ടും പാത്രം കഴുകലും എല്ലാം ആകുമ്പം ഒരുപാട് പണികൾ പോലെ നമുക്ക് തോന്നും, ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളെ ബിരിയാണി നല്ല ദമ്മായി നല്ല അടിപൊളി മണമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണി. അപ്പോൾ നമ്മൾ ഈ ദമ്മെല്ലാം പൊട്ടിക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മുകളിലെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ആ ഒരു ഗീയും ആ ഒരു മസാലപ്പൊടികളെല്ലാം ഒന്ന് സെറ്റായി വരാനുണ്ട്. അപ്പോൾ അത് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് വിളമ്പിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ബിരിയാണിയെല്ലാം ഇങ്ങനെ വിളമ്പിയെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഫസ്റ്റത്തെ ആ ഒരു സെൻറ്ററിൽ മസാല ഇടുക, പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ റൈസെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണം കേട്ടോ വിളമ്പിയെടുക്കാനായിട്ട്. നമ്മൾ ഇങ്ങോട്ടെല്ലാം മെയിൻ ഇങ്ങനെയാണ് കേട്ടോ വിളമ്പൽ. പക്ഷെ ചില നാട്ടിലെല്ലാം മസാല വേറൊരു പ്ലേറ്റിലിടും, റൈസ് വേറൊരു പ്ലേറ്റിലിട്ടും, അങ്ങനെയെല്ലാം വിളമ്പിയെടുക്കലുണ്ട്. പക്ഷേ മെയിൻ ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു മസാലയും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ വിളമ്പി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മൊത്തത്തിലൊന്ന് കവറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഉമ്മ വന്ന ടൈമിൽ ഉമ്മക്ക് വിളമ്പിയെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഉമ്മ നല്ല നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉമ്മ കഴിക്കുമ്പോൾ. പിന്നെ ഉമ്മാനെ വീഡിയോയിലൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഉമ്മ പറയുന്നതൊന്നും എടുക്കാത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഫ്രഷ് ആവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉമ്മ വന്നുകൊണ്ട് പിന്നെ ഫാത്തിമാനെ ഉമ്മാൻ്റെ അടുത്താക്കി, പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മക്കൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടായിട്ടില്ല അവരോട് ഇങ്ങനെ ബിരിയാണി ആക്കുന്നുണ്ട് എന്നൊന്നും. കാരണം അവർക്ക് ഇങ്ങനത്തെ സാധാ ചോറിനേക്കാളും ഇങ്ങനത്തെ റൈസ് ഐറ്റംസാണ് കേട്ടോ ഇഷ്ടം. സാധാരണ കഴിക്കലേ ഇല്ല സാധാ ചോറ് കറികളൊന്നും. അപ്പോൾ ഇങ്ങനെ ബിരിയാണി മജ്ബൂസ് മന്തി അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലും അതെല്ലാം അതിൻ്റെ ഇടയിലായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയെടുത്ത ആ ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല നമ്മളെ പുഡിങ് കോമ്പറ്റീഷന് പോയാലും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോയിൽ ഇത് കഴിക്കുന്നതൊന്നും ഇതിങ്ങനെ കട്ടാക്കിയിട്ടില്ല, ഇതിങ്ങനെ എടുക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിലൊരു ടേസ്റ്റിലൊരു പുഡിങ്ങാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും സൽക്കാരെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആ ഒരു പുഡിങ്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ നാളെ മക്കൾക്ക് സ്കൂളൊന്നും പോകണ്ടല്ലോ. അതായത് ഈ ഒരു വീഡിയോ എടുത്തത് ഫ്രൈഡേ ആണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ സ്കൂൾ പോകാത്തതുകൊണ്ട് തന്നെ നാളെ തന്നെ പോകണമെങ്കിലല്ലേ നമുക്ക് വേഗം പഠിപ്പിക്കുകയെല്ലാം വേണ്ടു. അപ്പം പിന്നെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് പണികളെല്ലാം ഉണ്ട്, കുറച്ച് കബോർഡ് ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം ഉള്ളത്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ആക്കുക, നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് പോസിറ്റീവോ നെഗറ്റീവോ എന്തായിക്കോട്ടെ, നിങ്ങൾ എല്ലാം എന്താ പറയുക വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. നിങ്ങളെ കമൻറ്റ് വായിക്കാനും ഇങ്ങനെ കമൻറ്റെല്ലാം നോക്കാൻ വേറെ തന്നെ ഒരു പാങ്ങാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഡ്രസ്സ് ഒഴിവാക്കേണ്ടതെല്ലാം ഉണ്ട് കേട്ടോ അതിൽ. കാരണം ഞാൻ കുറേ നാളായി ഇവരെ കബോർഡെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട്, അപ്പോൾ ഇത് കുറേ ഒഴിവാക്കേണ്ടതെല്ലാം ഞാനിവിടെ ഒരു കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ആർക്കെങ്കിലും കൊടുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇൻഷാ അല്ലാ ടാറ്റ ബൈ ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ നല്ല റെസിപ്പീസും വ്ളോഗ്സും എല്ലാം ആയിട്ട് വരാം കേട്ടോ.